പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടുപേരും ഒരേ വേദിയിലേക്ക് എത്തുന്നു. അതായത് മനോരമ ന്യൂസ് സംഘടിപ്പിച്ച ഒരു കോൺക്ലേവാണ് ചടങ്ങ്. ഇതിൽ ആളുകൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് അമിത്ഷായും മറുപടി പറയുന്നുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയനും മറുപടി പറയുന്നുണ്ട്. മാഷ് ശ്രദ്ധിച്ചിരുന്നത്? അതെ അതെ, തീർച്ചയായിട്ടും അത് കേരളത്തിൻ്റെ ഒരു സംവാദ സംസ്കാരത്തിൻ്റെ ഒരു തുടർച്ചയാണ്. ഞാൻ അതിൽ കാണുന്നൊരു കാഴ്ച അതാണ്. ഏതാണ്ട് 100 കൊല്ലം മുമ്പ്, 100-101 കൊല്ലം മുമ്പ് ആലുവയിൽ ഈ ഒരു സംവാദത്തിൻ്റെ ഒരു പന്തൽ ആദ്യമായിട്ട് ഒരുങ്ങിയല്ലോ. ശ്രീനാരായണ ഗുരുദേവൻ്റെയും സത്യവ്രത സ്വാമികളുടെയൊക്കെ നേതൃത്വത്തിൽ ഈ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വരൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമികൾ വിളിച്ചു വരുത്തിയൊരു സർവ മത സംവാദം ഉണ്ടായിരുന്നല്ലോ. അതുപോലൊരു സംവാദമാണ് ഇതൊരു രാഷ്ട്രീയ സംവാദത്തിൻ്റെ വേദി. സമാന്തരമായിട്ട് മനോരമ കോൺക്ലേവ്, മനോരമ ന്യൂസ് കോൺക്ലേവ് എന്നാണ് അതിൻ്റെ പേര്. നമ്മളെ ലുലു കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് നടന്നത്, ബോൾഗാട്ടിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഈ പരസ്പരം ഒരുമിച്ചിരിക്കാതെ വ്യത്യസ്ത വേദികളിൽ നിന്ന് പരസ്പരം നിരന്തരമായി രൂക്ഷമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന പ്രമുഖരായ 2 പേർ. ഒന്നിപ്പോൾ BJPയുടെ ഭാഗത്ത് നിന്ന്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വക്താവ്. സാധാരണ രീതിയിൽ പ്രധാനമന്ത്രി ഇത്തരം സംവാദങ്ങൾക്കൊന്നും പോകാറില്ല. അദ്ദേഹത്തിന് പറയാനുള്ളത് പത്രക്കാരോട് പറയേണ്ട നേരത്ത് മാത്രം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പണിയേ ചെയ്യുള്ളൂ. അദ്ദേഹം പൊതുവെ മീഡിയയെ നേരിടുന്ന കൂട്ടത്തിലുമല്ല. അത് അദ്ദേഹത്തിന് നേരെ വന്നൊരു ആക്ഷേപമാണ്. അതേസമയത്ത് അമിത്ഷാ ആണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട വക്താവായി കാര്യങ്ങൾ സംസാരിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അമിത്ഷാ തന്നെ വന്നു. കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് ഒരു സംവാദത്തെ നയിക്കാൻ, BJPക്ക് വേണ്ടി, NDAക്ക് വേണ്ടി, ഗവൺമെൻറ്റിന് വേണ്ടി സംവാദം നയിക്കാൻ കിട്ടാവുന്ന ഏറ്റവും വലിയ ആൾ വന്നു. അതാണ് എൻ്റെ ഒരു വിജയം. 2, കേരളത്തിലിപ്പോൾ CPM സമം പിണറായി വിജയനാണ്. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ തന്നെ പിണറായി വിജയനാണ്. മറ്റു മന്ത്രിമാരുടെ ഒക്കെ പ്രാധാന്യം തുലവും വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് കേരളം സമം പിണറായി വിജയനായി നിൽക്കുന്ന ഒരു കാലത്ത് സാക്ഷാൽ പിണറായി വിജയനെ തന്നെ, സാധാരണഗതിയിൽ ഇങ്ങനെ സംവാദങ്ങൾക്കൊന്നും ക്ഷമയോടെ ഇരുത്താറില്ലാത്ത, ഇരുന്ന് കാണാറില്ലാത്ത പിണറായി വിജയനെ മനോരമയായതുകൊണ്ടായിരിക്കും അദ്ദേഹം സമയം കൊടുത്ത്, സമയം ചെലവഴിച്ച് അവിടെ വന്നിരുന്നു. ജനങ്ങളുടെ ചോദ്യങ്ങളാണ്. ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് 2 പേര് ഉത്തരം പറഞ്ഞു. അപ്പോൾ ആ ഉത്തരങ്ങളുടെ ഒരു ഗുണം, അത് സംവാദാത്മകമാണ്. അക്രമത്തിൻ്റെ മാർഗമല്ല കേരളത്തിൻ്റെ മാർഗം, തീർച്ചയായിട്ടും അതല്ല ജനാധിപത്യത്തിൻ്റെ മാർഗം, സംവാദാത്മകമാണ്. അതിൻ്റെ നല്ല മാതൃകയാണ്. ഇപ്പോൾ സംഘപരിവാറിനോട് സംവാദത്തിന് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ഇടതുപക്ഷ ബുദ്ധിജീവികളുണ്ട് ഇപ്പോഴും. പക്ഷേ ഇതിൻ്റെ പേരെന്താണ്? നരേന്ദ്രമോദിയോടും അമിത്ഷായോടും നേരിട്ട് സംവാദമാകാമെങ്കിൽ, അതിന് പിണറായി വിജയൻ തന്നെ പോകാമെങ്കിൽ ആർക്കാണ് പോയിക്കൂടാത്തത്? ആ ചോദ്യമുണ്ട്. അപ്പോൾ ഈ സംവാദത്തിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വന്നു. പിണറായി വിജയൻ, ഇപ്പോൾ 2 പേരും തമ്മിലുള്ള ആശയപരമായ നല്ല സംവാദം, പരസ്പരം ആക്ഷേപിക്കാതെ, തെറി പറയാതെ, വസ്തുതാപരമായ വെല്ലുവിളികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ മലയാളി ശ്രദ്ധിക്കട്ടെ, ആ സംവാദങ്ങളുടെ ഡീറ്റെയിൽസിലൂടെ പോകട്ടെ. അതിന് ഒരു അപകടമുള്ളത്, ഇത് മനോരമ എന്നൊരു പത്രത്തിൻ്റെ പരിപാടി ആയതുകൊണ്ട് മറ്റു മീഡിയ അത് കൊടുക്കൂല ഡീറ്റെയിൽസ്. നമ്മളത് പക്ഷേ അങ്ങനെ അയിത്തം പാലിക്കുന്നില്ല. മനോരമയിൽ വന്നു എന്നതുകൊണ്ട് ജനങ്ങൾ അറിയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ, അത് എന്താണ്, അതിൻ്റെ ശരി എന്താണെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ അത് തുടർ സംവാദങ്ങളിൽ ഉയർന്നു വരട്ടെ. ഒന്നാമത്തെ ചോദ്യം അമിത്ഷാ ഉന്നയിച്ചതാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നൊരു മാറ്റം എന്താണ് കേരളത്തിൽ? ചോദ്യം. അമിത്ഷാ പറഞ്ഞ ഉത്തരം, ഈ ഉടനെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ BJP മുന്നണി, NDA മുന്നണി ഏറ്റവും ചുരുങ്ങിയത് 25% വോട്ട് നേടും. തൊട്ടുടനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ആ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഒന്നു മാത്രമേ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുന്നുള്ളൂ. അത് കേരളത്തിലെ UDF LDF ഭരണത്തിൻ്റെ ദുർഗതിയിൽ നിന്ന് കേരളത്തെ അടുത്ത തെരഞ്ഞെടുപ്പോടെ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ക്ലിയറാണ്. എന്ന് പറഞ്ഞാൽ ഒരു BJP മുന്നണിയെ അധികാരത്തിൽ വരാനുള്ള സാധ്യത പോലും അമിത്ഷാ തള്ളിക്കളയുന്നില്ല എന്നാണ് എൻ്റെ ഉത്തരം. ഇതേ ചോദ്യം പിണറായി വിജയനിലേക്ക് വന്നു മൈക്ക്. പിണറായി വിജയൻ പറഞ്ഞത്, സ്വപ്നം കാണുന്നതിന് ഞാൻ എതിരല്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF നല്ല മുന്നേറ്റം നടത്തും. 100% ഞാൻ ഉറച്ചു പറയുന്നു, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരികയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ അത് പറഞ്ഞേ തീരൂ എന്നത് അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്. പക്ഷേ ഇനി അതിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെയാണ്? ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ സ്വപ്നം എന്നത് തൽക്കാലത്തേക്കും കാലാകാലത്തേക്കും സ്വപ്നമാവണമെന്നില്ല. പക്ഷേ 2026 തെരഞ്ഞെടുപ്പിൽ BJP മുന്നണി കേരളത്തിൽ അധികാരത്തിലെത്താനുള്ള സാധ്യത ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റുമോ? പറ്റില്ല.
അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ശരിക്കും എന്താ പറഞ്ഞാൽ ഈ ആശയ സംവാദത്തിന് ഒരുപാട് പ്രസക്തി ഉണ്ടല്ലോ. കാരണം ജനങ്ങൾക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റുന്നു. ഈ ചോദിക്കാൻ പറ്റുമ്പോൾ അതിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ അവർക്ക് പറയുമ്പോൾ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടല്ലോ, അത് കൂടുതലാണ്. ഇപ്പോൾ കേരളത്തിൽ CPM എന്ന് പറയുന്ന ഒരു പാർട്ടി 2 തവണ അധികാരത്തിലെത്തി. അതോടുകൂടി ആ പാർട്ടി ഏതാണ്ട് എന്താ പറയുക ദുഷിച്ച അവസ്ഥയിലേക്ക് എത്തി. എന്നാൽ കോൺഗ്രസ് ബദലായിട്ട് വരുമെന്ന് പറയുമ്പോൾ കോൺഗ്രസിനുള്ളിലെ തമ്മിലടി ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടാകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം ജനങ്ങളുടെ മുമ്പിൽ ആ പാർട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ഇമേജ് കംപ്ലീറ്റ് തകർന്നു പോവുകയാണ്. അപ്പുറത്തേക്കാണ് BJP പതുക്കെ വളരുന്നത്. അപ്പോൾ BJP വളരുന്നതിനെക്കുറിച്ച് അമിത്ഷാ തന്നെ പറയുന്ന ചില സൂചനകളുണ്ട്. ഞങ്ങൾ മണിപ്പൂരിൽ എന്തായിരുന്നു, ഞങ്ങൾ ആസാമിൽ എന്തായിരുന്നു, അങ്ങനെയുള്ള ആ സംസ്ഥാനങ്ങളിലൊക്കെ വന്നില്ല. എന്തിന് ഈ പാർലമെൻറ്റിൽ 2 അംഗങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നാണ് ഒറ്റയ്ക്ക് രാജ്യം ഭരിക്കുന്ന നിലയിലേക്ക് ആ BJP എന്ന് പറയുന്ന പാർട്ടി വളർന്നത്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ താഴെ തട്ടിലേക്ക് ഇറങ്ങി ഞങ്ങൾ പ്രവർത്തിച്ചാൽ നമുക്ക് മുന്നേറാൻ കഴിയുമെന്ന് BJP തെളിയിച്ചതാണ്. പക്ഷേ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക അവസ്ഥ വെച്ചിട്ട് എന്തുകൊണ്ടോ BJPക്ക് ആ വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് CPMഉം കോൺഗ്രസും പറയുന്നത്. പക്ഷേ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ മാറ്റം വോട്ട് ഷെയർ വലിയ തോതിൽ വർദ്ധിച്ചു. അതെല്ലായ്പ്പോഴും അതുപോലെ നിൽക്കണമെന്നില്ല. മാത്രമല്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ BJP എന്തെങ്കിലും ശക്തി കാട്ടട്ടെ എന്ന് പറയും. പക്ഷേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലായ്പ്പോഴും വ്യക്തിബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കൂടുതലും വോട്ട് ചെയ്യുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പോ ആയിരിക്കും അതിൻ്റെ മാനദണ്ഡം നിശ്ചയിക്കുക. അപ്പോൾ BJPയുടെ ലക്ഷ്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര മണ്ഡലങ്ങളിൽ BJP മുന്നിൽ വന്നു എന്ന് അവർക്ക് കൃത്യമായൊരു കണക്കുണ്ട്. അപ്പോൾ താഴെ തട്ടിൽ നിന്ന് ആ കണക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ CPMനെ പോലെ BJP കഴിയുന്നു എന്ന് പറഞ്ഞാൽ രണ്ടും ഏതാണ്ട് ഒരു കേഡർ സ്വഭാവം ഒപ്പത്തിനൊപ്പം തീർച്ചയായിട്ടും ആ സ്വപ്നങ്ങളെ അതുകൊണ്ട് കേവലം സ്വപ്നം എന്നതിനേക്കാളേറെ ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇനിയുള്ള കാലം തീർച്ചയായിട്ടും വളരെ ദ്രുതഗതിയിൽ BJP നടത്തുമെന്നും അതിന് നേതൃത്വം നൽകാനാണ് അമിത്ഷായുടെ ഒരു സാന്നിധ്യം ഇന്നലെ ഇവിടെ ഉപകാരപ്പെട്ടത് നമുക്ക് കരുതാം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ കോൺക്ലേവിൽ വന്നത് നമ്മുടെ കേന്ദ്രം കേരളത്തിന് കൊടുക്കേണ്ട ദുരന്ത നിവാരണ ഫണ്ട് ആ നിധിക്ക് എന്ത് സംഭവിച്ചു എന്നാണ്. അമിത്ഷാ വളരെ ആധികാരികമായിട്ടൊരു കണക്ക് പറഞ്ഞു. കഴിഞ്ഞ 10 കൊല്ലം കേന്ദ്രം കേരളത്തിന് കൊടുത്ത ഫണ്ട് എത്ര, അതിന് മുമ്പുള്ള 10 കൊല്ലം എന്ന് പറഞ്ഞാൽ 2004 മുതൽ 2014 വരെയുള്ള 10 കൊല്ലം കേരളത്തിന് ആകെ കേന്ദ്രം കൊടുത്തത് 1350 50 കോടിയാണ്. 1350 കോടി. 2014 എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്, നരേന്ദ്രമോദി വന്ന കൊല്ലം. അതിനു മുമ്പുള്ള 10 കൊല്ലം കേരളത്തിന് ആകെ കേന്ദ്രം കൊടുത്തത് 1350 കോടിയാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന 2014 തൊട്ട് 2024 വരെയുള്ള 10 കൊല്ലം, ഈ കഴിഞ്ഞ ഇതുവരെയുള്ള 10 കൊല്ലം കേരളത്തിന് കേന്ദ്രം കൊടുത്തിരിക്കുന്നത് 5100 കോടിയാണ്. 3 ഇരട്ടിയിലധികം വർധന കൊടുത്തിരിക്കുന്നു എന്ന് അമിത്ഷാ പറഞ്ഞു. ഇതേ ചോദ്യം പിണറായി വിജയനിലേക്ക് പാസ് ചെയ്തപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് ഞങ്ങൾ ചോദിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ എത്ര കാലം ഏതൊക്കെ പൈസ കിട്ടിയെന്നല്ല. ഞങ്ങൾ ചോദിക്കേണ്ടത് ഒരു സംസ്ഥാനത്ത് ദുരന്തം വന്നാൽ അതിനൊരു നിയമമുണ്ട്. 75:25 ആണ്. ഒരു ദേശീയ ദുരന്തം വന്നു കഴിഞ്ഞാൽ അവിടെ 75% അതിൻ്റെ ദുരന്ത നിവാരണ ഫണ്ട് കേന്ദ്രം തരണം, 25% സ്റ്റേറ്റും തരണമെന്ന് നിയമമാണ്. ഇത് എല്ലാ കാലത്തും ഉള്ളതാണ്. അത് തന്നുവോ? അത് തന്നില്ല എന്ന് മാത്രമല്ല, അത്രയും ഫണ്ട് തന്നില്ല എന്ന് മാത്രമല്ല, വിദേശ രാജ്യങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് കേന്ദ്രം വിലക്കുകയും ചെയ്തു. ഇതാണ് ഞങ്ങൾ നേരിട്ട പ്രശ്നം. ദുരന്തമുഖത്ത് ഞങ്ങളെ സഹായിക്കാതെ ഫണ്ട് തന്ന കണക്കിൻ്റെ കേന്ദ്രം കേരളത്തിന് തന്ന സ്വാഭാവികമായ ഫണ്ടിൻ്റെ കണക്ക് പറഞ്ഞാൽ പോരാ, ദുരന്ത നിവാരണത്തിന് വേണ്ടി സവിശേഷമായി എന്ത് തന്നു എന്ന് പറയണം എന്നാണ് അദ്ദേഹം ഉന്നയിച്ചൊരു ഒരു പ്രശ്നം. അതാണ് ഒരു കാര്യം കൂടി തിരിച്ച് അദ്ദേഹം അടിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഗുജറാത്തിൽ വലിയ ദുരന്തം ഉണ്ടായല്ലോ, ഭൂകമ്പം ഉണ്ടായല്ലോ. അക്കാലത്ത് ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് സഹായം ഗുജറാത്ത് മുഖ്യമന്ത്രി സ്വീകരിച്ചല്ലോ. അതേ ആനുകൂല്യം എന്താണ് ഞങ്ങളുടെ ദുരന്തകാലത്ത് ഞങ്ങൾക്ക് കിട്ടാതിരുന്നത്? എന്തായിരിക്കും കേരളം? തീർച്ചയായിട്ടും അത് നമുക്ക് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാം. ഇതാണ് അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. പക്ഷേ കാരണം എന്ന് പറഞ്ഞാൽ ദേശീയ ദുരന്തം സംസ്ഥാന ദുരന്തം എന്നുള്ള വേർതിരിവ് ഒരു പക്ഷേ ഉണ്ടാകുന്നില്ല ഇപ്പോഴത്തെ കാലത്ത്. ഇനി അത് മറ്റൊരു ഘട്ടം എന്ന നിലയിൽ ഈ സംസ്ഥാന സർക്കാരിനെ സഹായിക്കാനായിട്ട് നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ മലയാളികൾ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ വൻതോതിൽ സാമ്പത്തിക സഹായം നൽകി. ഈ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലാണ് ഞാൻ പറയുന്നത്. ഇത്രയും കാലമായിട്ടും ഒരു വീട് നല്ല രീതിയിൽ വെച്ചു കൊടുക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. അപ്പോൾ സർക്കാരിന് കൊടുത്ത ഈ പണം എവിടെയെന്നാണ് ദുരന്തത്തിൽപ്പെട്ട ആളുകൾ സർക്കാരിനോട് ചോദിച്ചത്. ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാൻ സംസ്ഥാന സർക്കാരിന് പറ്റുന്നില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വീകരിക്കരുത് എന്ന് കേന്ദ്രം പറഞ്ഞു, വ്യക്തികളിൽ നിന്ന് സ്വീകരിച്ചു. വ്യക്തികളിൽ നിന്ന് സ്വീകരിച്ചപ്പോൾ കിട്ടിയ ഫണ്ടിന്റെ കണക്ക്, അത് കൈകാര്യം ചെയ്ത രീതി, അതിൻ്റെ കൃത്യവിലോപം അല്ലെങ്കിൽ കാര്യക്ഷമതയുടെ കുറവ് ഒക്കെ വലിയ തോതിൽ ആരോപണങ്ങളായി വന്നിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ്. ഇനി ഒരൊറ്റ ചോദ്യം കൂടി, ഒരുപാട് കാര്യങ്ങൾ ആ കോൺക്ലേവിൽ വന്നു. പക്ഷേ കേരളത്തിന് ഏറ്റവും താല്പര്യമുള്ള
CPM-ഉം BJP-യും തമ്മിലുള്ളൊരു സംവാദം ആകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി ചർച്ചയ്ക്ക് വന്നു. അതുകൂടി നമുക്ക് ചേർത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് അക്രമ രാഷ്ട്രീയമാണ്. നരേന്ദ്രമോദി പറഞ്ഞത് കേരളത്തിൽ എത്ര കഷ്ടപ്പെട്ടാണ്, യാതനകൾ അനുഭവിച്ചാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. പ്രത്യേകിച്ച് CPM-ൻ്റെ അക്രമ രാഷ്ട്രീയത്തിന് ഏറ്റവും വലിയ ഇരകളാണ് ഞങ്ങൾ. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഞങ്ങൾ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത C. സദാനന്ദൻ MP എന്ന് പറഞ്ഞുകൊണ്ട് ഈ അക്രമ രാഷ്ട്രീയത്തിന് അറുതി വരുത്തേണ്ടതല്ലേ? ഈ അക്രമ രാഷ്ട്രീയവുമായിട്ട് മുന്നോട്ട് പോയാൽ മറ്റൊന്നുകൂടി ദേശവിരുദ്ധമായ എലമെൻറ്റുകളോട് പലപ്പോഴും കേരള ഗവൺമെൻറ് സന്ധിയായിട്ടുണ്ട്. ഈ ഇസ്ലാമിക മൗലികവാദികളെ വലിയ തോതിൽ പ്രീണിപ്പിക്കുകയും തലോടുകയും കൂടെ നിർത്തുകയും സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന നിലപാടുണ്ട്. ഒരു കാര്യം കൂടി അമിത്ഷാ പറഞ്ഞു, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചത് കേന്ദ്രം BJP ഭരിച്ചതുകൊണ്ട് മാത്രം കേരളം നിർബന്ധിതരായതാണ്, അല്ലെങ്കിൽ അവർ സമ്മതിക്കുമായിരുന്നില്ല എന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിച്ചു. പക്ഷേ പിണറായി വിജയൻ ആ ആരോപണത്തെ ശക്തമായി നേരിട്ടു. അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ യാതന എന്ന് പറഞ്ഞാൽ അറിയാലോ, CPM-ഉം RSS ഒരുപോലെ മുഖാമുഖം നിന്ന് പൊരുതുകയും സായുധമായി പൊരുതുകയൊക്കെ ചെയ്തിരുന്ന ഒരു കണ്ണൂർ പാരമ്പര്യമുണ്ടല്ലോ. അത് വെച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ യാതന എന്ന് പറയുന്ന കൊലപാതക രാഷ്ട്രീയമാണ്, ഞങ്ങളുടെ സഖാക്കളെ എത്ര എണ്ണത്തിനെയാണ് കൊന്നതെന്നൊക്കെ പറഞ്ഞ് പരമ്പരാഗതമായി കണക്ക് പറഞ്ഞു. പക്ഷേ കൂട്ടത്തിൽ ഒരാരോപണം ഏറ്റവും പുതിയത് പിണറായി വിജയൻ ഉന്നയിച്ചു. അതെന്താണെന്ന് വെച്ചാൽ, ആരാണ് ഏറ്റവും ഒടുവിൽ പൊളിറ്റിക്കൽ ഇസ്ലാമുമായി ഇന്ത്യയിൽ പരസ്യമായി സഖ്യത്തിലേർപ്പെട്ടത്? കാശ്മീരിലെ BJP കാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ഐക്യപ്പെട്ടില്ലേ? ഇത് എന്തിനാണെന്നറിയോ? കേരളത്തിലെ UDF-നെതിരായിട്ട് ഇവർ ഉന്നയിച്ചു കൊണ്ടുവന്ന ഒരു ആരോപണം, ഇവർ UDF-നെതിരായി ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഉന്നയിച്ചു കൊണ്ടേയിരിക്കുന്ന സമയത്ത്, LDF ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അത് തിരിച്ചു വരാതിരിക്കാൻ BJP-ക്കിട്ട് ഒരടിയാണ്, മുനയൊടിക്കുകയാണ്. കാശ്മീരിൽ അത് സംഭവിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. കാശ്മീരിലെ പ്രശ്നം നമുക്കറിയാമല്ലോ. കാശ്മീരിലെ പ്രശ്നം തീർച്ചയായിട്ടും ചില മേഖല കാശ്മീരിൽ ഇപ്പോഴും അതിന് BJP ശക്തിപ്പെട്ടിട്ടില്ല. BJP-യുടെ ഒരു വളർച്ചയുടെ ഘട്ടത്തിലാണ്. പല തെരഞ്ഞെടുപ്പിലും അവർ മത്സരിക്കാറില്ല. മത്സരിച്ചപ്പോൾ തന്നെ മുഖ്യ എതിരാളിയായ നാഷണൽ കോൺഫറൻസിനെയും കോൺഗ്രസിനെയൊക്കെ ഒറ്റപ്പെടുത്താൻ വേണ്ടി, PDP-യെ കൂടി ഒറ്റപ്പെടുത്താൻ വേണ്ടി പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയോട് ചില മണ്ഡലങ്ങളിലെങ്കിലും ഐക്യപ്പെട്ട സാഹചര്യമുണ്ട്. അത് തീർച്ചയായിട്ടും ജനങ്ങൾ അറിയേണ്ടതാണ്. അതിന് പറയാനുള്ള വിശദീകരണമൊക്കെ അല്ല, ഇത് മുൻകൂട്ടി പറഞ്ഞ മറ്റൊരു കാരണങ്ങളുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുമോ, അതോ ഈ പറയുന്ന മുസ്ലിം ലീഗിനെ എതിർക്കാനായിട്ട് സമസ്തയുടെ പിന്തുണ സ്വീകരിക്കാൻ നടത്തിയ നീക്കം വിജയിച്ചില്ല എന്ന് പരസ്യമായിട്ട് സമ്മതിക്കേണ്ടി വരുമോ? ഈ ഒരു ആശങ്കയൊക്കെ ഇവർക്കുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വളരെ വ്യക്തമാണ്. കാരണം പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ വെൽഫെയർ പോലെയുള്ള പാർട്ടികളുടെ പിന്തുണ CPM-ന് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അത്തരം മേഖലകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു തീർച്ചയായിട്ടും ഇതിലിപ്പോൾ ഒരു സമാധാനമുള്ളത് എനിക്ക് തോന്നുന്നു. BJP-യും CPM-ഉം തമ്മിൽ ഈ വാൾമുന കൊണ്ട് സംസാരിച്ചിരുന്നൊരവസ്ഥയിൽ നിന്ന് വാക്കുകൊണ്ടും നാക്കുകൊണ്ടും ഊക്കുകൊണ്ടും ആശയം കൊണ്ടും സംസാരിക്കുന്ന ഒരു കൾച്ചറിന് തുടക്കം കുറിച്ചിരിക്കുന്നു അമിത്ഷാ. അത് പിണറായി വിജയൻ തന്നെ അത് ഏറ്റെടുത്തു. സംവാദത്തിൻ്റെ അന്തരീക്ഷത്തിൽ വന്നു എന്നുള്ളത് ശരിയാണ്. ഈ പരസ്പരം ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ ശരിതെറ്റുകൾ ഇനിയുള്ള കാലത്ത് തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് അടുത്ത 2 തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ കത്തിക്കാളും എന്നുറപ്പാണ്. അമിത്ഷാ തീ കൊടുത്തിരിക്കുന്നത് വലിയൊരു സംവാദത്തിൻ്റെ വെടിമരുന്നിറക്കാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ മനോരമയെ നമുക്ക് അഭിനന്ദിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.